നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. KP കേശവനോ അവരുടെ 138ാമത് ജന്മവാർഷിക ദിനമാണ്. ശിവൻ മമ്മൂട്ടി അവരുടെ ജന്മദിനമാണ്. ഇവർക്കെല്ലാം നമ്മൾ മമ്മൂട്ടിക്ക് ആശംസകൾ നേരും. നായര് പിടിച്ച പുലിവാല് എന്നൊരു സിനിമ ഉണ്ടല്ല, അതുപോലെ നമ്മുടെ തൻ്റെടിയായ പിണറായി വിജയൻ സഖാവ് പെട്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ പറയേണ്ടി വരും. ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ADGP ഞാൻ അറിഞ്ഞു പോയതാന്ന് പറയാനും പറ്റില്ല, ഞാൻ അറിഞ്ഞില്ലെന്നും പറയാൻ പറ്റില്ല. അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിക്ക്. എന്തൊരവസ്ഥയ്ക്ക് മാന്യന്മാർക്ക് പറ്റുന്ന അവസ്ഥ. പണ്ട് എൻ്റെ സുഹൃത്ത് രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ സുഹൃത്ത് വലിയ മാന്യമാണ്. അദ്ദേഹം ജ്യേഷ്ഠൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ മാന്യന്മാർക്ക് പറ്റുന്ന ബുദ്ധിമുട്ടൊന്നും. എൻ്റെ സഖാവേ, ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വഴി, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയായിട്ട് പറയണം, ഒരു രാഷ്ട്രീയ മീമാംസകൻ അല്ലെങ്കിലും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇനി ചെയ്യാനുള്ള ഒരു വഴി, സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വഴി, പിണറായി സഖാവ് അങ്ങനെ സംഘപരിവാറിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് വേണ്ട സാഹചര്യം വന്നപ്പോഴേ, അത് രാവിലെ കേസാണ്, വേറൊന്നുമില്ല. നിങ്ങൾക്കറിയില്ല, 39 പ്രാവശ്യം, ഇന്നലൊരു മഹാൻ പറഞ്ഞു 38, 39 പ്രാവശ്യം കേസ് മാറ്റിവെച്ചെങ്കിൽ അത് ആ കേസ് പിടിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും ആ പാർട്ടിയും സഖാവ് പിണറായിയെ ഹരാസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുതലെടുക്കുകയാണ്, അല്ലെങ്കിൽ വിലപേശുകയാണ് എന്നൊക്കെ പറഞ്ഞാലോ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അല്ലാതെ സഖാവ് ഒരിക്കലും RSS അനുഭവം അല്ലെങ്കിൽ ആ ആശയത്തോട് യോജിക്കില്ല. ഇപ്പോഴും ആശയത്തോട് യോജിച്ചായിട്ട് ഞങ്ങളാരും വിചാരിക്കുന്നുമില്ല. പക്ഷേ ആയിപ്പോയി. കാണുന്നെല്ലാം എന്താണ്? ഞാൻ വേറൊരു കാര്യം പറയാം. പിണറായി സഖാവ് മുഖ്യമന്ത്രി, പിണറായി സഖാവിന് മാത്രമല്ല തെറ്റുപറ്റിക്കുന്നത്. നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന മോഡിജി, ആ മോഡിജി എല്ലാം ഞാനാണെന്ന് പറഞ്ഞല്ലേ. അത് തന്നെയുമല്ല, ആ മോഡിജി, ഞാനത്തെ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധിക്കണം. അവിടെ കന്യാകുമാരിയിൽ വന്ന് ദൈവമായിട്ടൊക്കെ അവർ വന്നുകൊണ്ട് അതില്ലേ. അപ്പം ഇവരൊക്കെ ഉപദേശിക്കാൻ, ഇവർക്കൊന്നും ഈ ഉപദേശകരില്ലേ, അവർ വിദ്യാഭ്യാസം ബുദ്ധിയുള്ളവരില്ലേ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? മോഡിജി, നിങ്ങൾ ദൈവം അവതരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയി ഇലക്ഷൻ്റെ അന്ന് ലാസ്റ്റ് ദിവസം വന്ന് അത് ഗുണത്തിലെ ദൂഷ്യം ചെയ്യും എന്നൊക്കെ ഉപദേശിക്കാൻ ഒരു ഉപദേശകരും ബുദ്ധിയുള്ളവരുണ്ടായില്ലേ? അതുപോലെ ഈ പിണറായി സഖാവ്, ഞാൻ പിണറായി സഖാവ് മാത്രമല്ല, കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രി, അവർക്ക് എത്ര പണം വേണമെങ്കിലും അവർ ഒരു വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എത്ര ആയിരം കോടി രൂപയാണ്. ആ ബഡ്ജറ്റിൽ ഏതാണ്ട് 10% പേര് അതിൻ്റെ കരാറുകാർ വീട്ടിലെത്തിച്ചു തരും, ചോദിക്കാതെ തന്നെ. അതൊക്കെ പോരെ കോടിക്കണക്കിന് രൂപക്ക്. പിന്നെ അതുകൂടാതെ എന്തിനാണ് ഈ കൊച്ചു നാണം കെട്ട പരിപാടിക്ക് പോയത്? ആ ലാവലിംഗ് കേസ് നിങ്ങൾ ഒതുക്കായത് വാസ്തവം, എനിക്ക് സങ്കടമുണ്ട്. അത് വിദേശ വ്യക്തികൾ കൂടാലും നിങ്ങൾ നിങ്ങളെ പെടുത്തി. അതല്ലേ മോഡി ഗവൺമെൻറ് നിങ്ങൾക്ക് മുട്ടുമുടക്കേണ്ടി വന്നത്. 39 പ്രാവശ്യം കേസ് മാറ്റി വെറുതെയാണോ? പകൽ വെളിച്ചം പോലെ സത്യമല്ലേ? എൻ്റെ സഖാവ്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ചിന്തകനും ബുദ്ധിമാനുമൊക്കെയാണ്, അത്യാവശ്യം ഡിഗ്രിയൊക്കെ ഉള്ള ആളല്ലേ, വലിയ ചിന്തല്ലേ. നിങ്ങൾ ഉപദേശിക്കാൻ നിങ്ങൾക്ക് പാർട്ടിയിലെ ആളില്ലേ? നിങ്ങൾ മന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര മന്ത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശകരില്ലേ? അവരെ നിങ്ങൾ ഉപദേശിച്ചിരിക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ ഈ ADGPയെ വേഷം അറിയുന്ന വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്വകാര്യ RSS കാറിൽ അവിടെ തൃശ്ശൂർ സന്ധിക്കാൻ പോയാൽ ADGPക്ക് അനങ്ങൽ അറിയില്ലേ? 27 മണിക്കൂറും അവരെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നല്ലേ ലോകം.
അല്ലെങ്കിൽ കേരളം അറിയില്ല, അറിയാൻ പാടില്ലേ? അപ്പം നിങ്ങൾ ഉപദേശിച്ച് പറയാൻ പാടില്ല അത് അപകടമാണ് പോകുന്നത്. അല്ലാതെ എന്തെല്ലാം സംവിധാനം ഉത്തരം പറയാം. ഇപ്പം നിങ്ങളുടെ പി എ ഉണ്ട്, നിങ്ങളുടെ പി എ എന്താ പി എ ഉപദേഷ്ടാവാണല്ലോ നമ്മുടെ പത്ര മേഖല ഉപദേഷ്ടാവ്. പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ അറിയാതല്ല. അതിൽ BJP മോഡിജിക്കുണ്ട്. ആ മോഡിജിയുടെ ആ ഉപദേഷ്ടാവും ഈ ഉപദേഷ്ടാവ് തമ്മിൽ എല്ലാം സംസാരിച്ച് ധാരണ എത്തിയിട്ട് നിങ്ങളും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നമ്മൾ കൈ കൊടുത്ത് പോരുന്നു. അതിലറിയോ? അങ്ങനെയൊക്കെ ചെയ്യുക എന്തെല്ലാം സംവിധാനമുള്ളപ്പോൾ ഈ ദത്തശ്രായി കാണാനായിട്ട് പിന്നെ പിന്നെ അമിത സുരക്ഷ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ADGP വിട്ട് എൻ്റെ മുഖ്യമന്ത്രി അത് അങ്ങേക്ക് ചെയ്ത് പറ്റിയ അമളിയല്ലേ? അത് തന്നെയല്ല, ഇനി അങ്ങേക്ക് അക്കാര്യത്തിൽ അത്രയും പരിചയമുണ്ടെങ്കിൽ ഈ മനുഷ്യൻ IPS കാരനല്ലേ? ഇവർക്ക് ബോധമില്ലേ? സർ, ഞാനിപ്പോൾ അങ്ങനെ പോയി സംസാരിച്ചാൽ അത് അങ്ങേക്ക് ക്ഷീണം ചെയ്യുന്ന മാറി നിൽക്കാൻ പാടില്ല. ചെയ്തില്ല. അപ്പം അങ്ങനെയാണ് ഗൗരവമില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കശ്മീർ എന്ന് പറയാൻ പറ്റില്ല, അത് മോശമല്ലേ? ബുദ്ധിയില്ലാത്ത വർഗങ്ങളായിപ്പോയി ഇതൊക്കെ. ഈ പറഞ്ഞ പോലീസ് ഓഫീസർ, ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ സാമാന്യം ബോധമില്ലാതെ പോയി, സാമാന്യം ബുദ്ധിയില്ലാതെ പോയി. അല്ലെങ്കിൽ ഇവരൊക്കെ ഈ പത്രക്കാർ മുമ്പിലൊക്കെ ഞെരിപിരി കൊള്ളുകയല്ല, അങ്ങോട്ട് മാറിക്കിടാന്ന് പറഞ്ഞേക്കണ്ടേ? അപ്പോൾ നമ്മുടെ കൈ ക്ലിയർ ആയിരിക്കണം. അത് ചെയ്തില്ല. ഇനി ഒഴിഞ്ഞ് മാറാനും പറ്റില്ല. കാരണം RSS ആയിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയതിനു ശേഷം വലിയ ബന്ധങ്ങൾ ഉണ്ടായതുള്ളത് 100 തെളിവുണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പിണറായി സഖാവിൻ്റെ അനുകൂലികൾ CPM നിന്ന് BJPയിലേക്ക് ചേക്കേറുകയും ബാക്കിയുള്ള CPMകാർ CPIയിലേക്ക് ലയിക്കുകയും ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മതി, പിന്നെ മാർക്സിസ്റ്റ് വേണ്ട. മാർക്സിസ്റ്റ് ആ പ്രത്യയശാസ്ത്രം പോയി. ഇപ്പം മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തീവ്രമായ കമ്മ്യൂണിസ്റ്റ്, അതൊക്കെ പോയി, വെറും മായം ചേർന്ന കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് മാത്രം മതി, ഓൺലി CPI. അപ്പം പിണറായി സഖാവിൻ്റെ ഗ്രൂപ്പ് എന്താ ചെയ്യുക? BJPയിൽ മുന്നണിക്ക് BJP ചേരുക, അല്ലെങ്കിൽ പ്രസ്താവ ഒരു പാർട്ടി ഉണ്ടാക്കി BJP മുന്നിൽ നിൽക്കുക, മറ്റുള്ളവരെല്ലാം CPI ചേരാം. എന്നിട്ട് 2 മുന്നണി മാത്രമാവും. ഒന്ന് BJP ഉൾപ്പെടെയുള്ള ഒരു മുന്നണി, പിന്നെ കോൺഗ്രസ് നയിക്കുന്ന വേറെ മുന്നണി. അത് BJP മുന്നണി ചേരാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് നേതൃത്വം കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ കൂടെ BJP ചേർത്താൽ മതി. അപ്പോൾ പിണറായി സഖാവ് നയിക്കുന്ന ഒരു മുന്നണിയിൽ BJP ചേരുന്നു, ക്ലീൻ, ഒരൊറ്റ മുന്നണി. ഇപ്പോഴത്തെ കോൺഗ്രസ് വേറെ മുന്നണി, കോൺഗ്രസ് ക്ഷയിച്ചവരാണെങ്കിലും. അപ്പം അങ്ങനെ വരുമ്പോൾ 2 മുന്നണിയായി അവസാനിക്കും. കാര്യം കുറച്ച് ഭംഗിയായി പോകും. കാരണം BJP എന്നുള്ള ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. അത് ഇനി ഇല്ലാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൊച്ചാക്കിയിട്ടോ ഒരു കാര്യമില്ല. അങ്ങനെ കൊച്ചാക്കുന്നവരോ ലോകവിവരം ഇല്ലാത്തവരും മണ്ടന്മാരുമാണ്. അപ്പം ഞങ്ങൾക്കൊരു മണ്ടനാകാനും ലോകവിവരം ഇല്ലാത്തവരും അതിന് ആഗ്രഹിക്കുന്നില്ല. BJP എന്നുള്ള യാഥാർത്ഥ്യമായി. പിന്നെ രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, ആ രാജ്യം ഭരിക്കുന്ന കക്ഷി അതിൻ്റെ നയിക്കുക RSS ആണെങ്കിൽ പിന്നെ RSS കുറ്റം വന്നിട്ടോ അല്ലെങ്കിൽ തീവ്രവാദി വന്നിട്ടോ വലിയ കാര്യമുണ്ടോ? അവൾ ബി പ്രാക്ടിക്കൽ. ഞാൻ RSS അനുഭവമായിട്ട് RSSകാരായിട്ട് വന്നല്ല, ബി പ്രാക്ടിക്കൽ, പ്രായോഗികമായി ചിന്തിക്കണം, നടപ്പുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും മറ്റൊരു പറയാനുള്ളത്, BJP എന്നുള്ള ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. അതിന് കൊഞ്ഞിനെ കൊത്തി കാണിച്ചൊരു കാര്യമില്ല. അപ്പോൾ അത് ഈ രീതിയിൽ ചിന്തിച്ച ഒരു മുന്നണി, ഈ രീതിയിൽ മറ്റൊരു മുന്നണി, അപ്പോൾ 2 മുന്നണിയാവും. മുന്നണി സമ്പ്രദായം, ദ്വികക്ഷി സമ്പ്രദായം ഇന്ത്യയിലില്ല, നന്നൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യമില്ല. പിന്നെ വരും മുന്നണി സമ്പ്രദായമാണ്. ആ മുന്നണിയിലാണ് ഇപ്പോൾ ദേശീയ ലെവലിൽ കറക്റ്റിൽ കാര്യങ്ങൾ. BJP നയിക്കൊരു മുന്നണി, കോൺഗ്രസ് വേറെ മുന്നണി, ക്ലീനായി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ 2 മുന്നണിയിലേക്ക് ഉൾക്കൊള്ളാം. അത് പരസ്പരം മത്സരിച്ച് കൂടുതൽ സീറ്റ് കിട്ടുന്ന ആൾക്ക് ഭരണം നടക്കാം, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതൊക്കെയാണ് പ്രായോഗികമായിട്ട്. അപ്പോൾ കേരളത്തിലാണ് ആകെ കൂടി ഈ മോരും മുതിരയും പോലെ BJP മുന്നണിയും പിന്നെ കമ്മ്യൂണിസ്റ്റ് മുന്നണിയും കോൺഗ്രസ് 3 മുന്നണിയും നിൽക്കുന്നത്. അതൊന്നും ഒരു അർത്ഥമില്ലാന്ന് പറഞ്ഞത്. ആ 3 മുന്നണിക്കൊന്നും വലിയ സാധ്യതയില്ല, ആകെ 2 മുന്നണി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന, അതായത് പിണറായി സഖാവിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് സന്തോഷമായിട്ട് ചെയ്യാം. തന്നെയുമല്ല, പിണറായി സഖാവിന് വേണ്ടി ഇപ്പോഴത്തെ കണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ഗവർണറായി നിയമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 5 വർഷക്കാലം പിണറായി സഖാവിനെ അല്ലട്ടോ അറിയാതെ ഒരു കേസും ഒന്നും ഉത്തരം കൊടുക്കാതെ സുന്ദരമായിട്ട് ജീവിതം മുന്നോട്ട് പോകാം. ഒരു തെറ്റുമില്ല. അതൊക്കെയാണ് പ്രാക്ടിക്കൽ ചെയ്തത്. അല്ല, ഇനി RSS വിരോധം പറഞ്ഞ് സഖാവിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത്ര കണ്ട് സഖാവിൻ്റെ പ്രവൃത്തി RSS അനുകൂലമായിട്ട് അല്ലെങ്കിൽ BJP RSS സംഘപരിവാർ അനുകൂലമായിട്ട് ആയിപ്പോയി. അതാക്കിയെടുത്തായിരിക്കാം.
ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമുക്ക് ഇഷ്ടമായിട്ടില്ല, നമ്മൾ ചെയ്തു പോവുകയാണ്. അങ്ങനെ ആയതല്ലേ സഖാവ്? ഇതല്ലേ ചെറിയ മനഃശാസ്ത്രം വെച്ച് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കേണ്ടത്, സംഭവിക്കാൻ സാധ്യതയുള്ളത്. അത് മറക്കാതെ അത് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ CPM സെക്രട്ടറി അദ്ദേഹം പറഞ്ഞല്ലോ, CPM വേറൊരു നേതാവ് പറഞ്ഞറിയോ, RSSന്റെ ADGP RSS കാണാൻ പോയത് അത് രാഷ്ട്രീയക്കാരില്ലല്ലോ, അത് ഞങ്ങൾക്ക് എന്ത് ബന്ധം? എൻ്റെ ബുദ്ധിജീവി എന്ന് അഭിനയിക്കുന്ന പിന്നെ മണ്ടന്മാര് ആരാണ് പോയത്? അജിത് കുമാർ അല്ല പോയത്. അജിത് കുമാർ എവിടെ ഏത് BJP കാണാം. പക്ഷെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ നയിക്കുന്ന അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പോലീസ്, അത് ADGP ആണ്. ആ ADGP ആണ് പോയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയണം അത് ഞങ്ങൾ അത് പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയോ പൊട്ടനാക്കുന്നത്? അങ്ങനെ മഹത്തായ പ്രസ്ഥാനം CPM എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല യോഗങ്ങളിലും ലോക്കൽ സമ്മേളനം ചേരാൻ പറ്റുന്നില്ല. പ്രശ്നം ഗുരുതരമാണ്. ഇത് കണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നല്ല കേട്ടോ, ഒരിക്കലും പറയും ഞങ്ങൾ സന്തോഷിക്കല്ല. ഞങ്ങളെപ്പോലുള്ളവർ പിന്നെ സങ്കടമാണത്. കമ്മ്യൂണിസ്റ്റ് തകരാൻ പാടില്ലായിരുന്നു കേരളത്തിലെങ്കിലും, പക്ഷെ തകർന്നിരിപ്പണിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ അധികാരമോഹികളും പിന്നെ പാർലമെൻറ്റേറിയൻ താല്പര്യക്കാരുള്ളവരായിപ്പോയി, ജനങ്ങളെ സേവിക്കുന്നവരായിപ്പോയില്ല. ജനങ്ങളെ സേവിക്കുന്ന ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ടായിരുന്നു. തന്നെയല്ല പിണറായി, ആ അച്യുതാനന്ദൻ ഞങ്ങളിപ്പോൾ അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് 1-2 പ്രസ്താവന വളരെ മോശമാണെങ്കിൽ പോലും ആ അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടി അങ്ങ് കളിച്ച കളികളൊക്കെ കേരളത്തിൽ ജനങ്ങൾ മറന്നുപോയെന്നാണ് വിചാരിക്കുന്നത്. ഒന്നും മറന്നുപോയില്ല. തന്നെയുമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ധീര ശൂര പരാക്രമികളായ ആത്മാഭിമാനവും അന്തസ്സുമുള്ള സഖാക്കളെ നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണാൻ അനീതിക്ക് ശബ്ദിക്കാത്തത്? നിങ്ങളുടെ നാവ് ആരാണ് കെട്ടിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഭയക്കുന്നത്? അല്ലെ പിന്നെ അൻവർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി എപ്പോഴും വിധേയമായിട്ട് വേണം മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ. അതാണ് ശരി. ഇവിടെ മോഡിജിയും പാർട്ടി ഏതാണ്ട് ധിക്കരിച്ചു, ഇപ്പോൾ ഒറ്റപ്പെട്ടില്ലേ? പിണറായി സഖാവും പാർട്ടി ധിക്കരിച്ചു, ഒറ്റപ്പെട്ട്. ഏത് നിമിഷം എന്ത് സംഭവിക്കാം? ഭരണം വരെയും പോകാം, അല്ലെങ്കിൽ പാർട്ടി വരെയും പോകാം. ആ സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് വളയമില്ലാതെ ചാടരുത്, വളയത്തിൽ കൂടി ചാടാവൂ. നിങ്ങളെ നിയമിച്ച് പാർട്ടി ഏതാണോ ആ പാർട്ടിയോടെ നിങ്ങൾ കൂറ് കാണിക്കേണ്ടത്. ആ പാർട്ടിക്ക് വിധേയമായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മുടെ മോഡിജി എന്താ പറ്റി? ആ പാർട്ടി വിധേയമല്ല, സ്വന്തമായിട്ട് ഞാൻ എന്നുള്ള രീതിയിൽ വന്നു. അത് സംഘപരിവാർ സമ്മതിക്കുമോ? സംഘപരിവാർ എന്തൊക്കെ പറഞ്ഞാലും ഒരു സംഘടനയാണല്ലോ, രജിസ്ട്രേഷനിൽ പരസ്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ സംഘടന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സംഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇത്ര ഭരണം ഇത്രയും ബുദ്ധിമുട്ടായത്. അത് തന്നെയല്ല, അവസാന ഇലക്ഷൻ അന്ന് ഞാൻ ജൈവികമായിട്ട് ജനിച്ചതല്ല, ദൈവ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ ആരെയാണ് മണ്ടരാക്കുന്നത്? അതുപോലെയല്ല മണ്ടത്തല്ല എൻ്റെ പൊന്ന് സഖാവ്. അത് പിന്നെ BJP ആണെന്ന് ചോദിക്കാം. പൊന്ന് സഖാവ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളിപ്പോൾ ശാരീരികമായിട്ട് എത്ര അസ്വസ്ഥനം, എത്ര ശക്തിയേറിയ രോഗിയുമാണ്. ഇതെല്ലാം താങ്കളുടെ മനസ്സിൽ കട്ടിയുണ്ടോ? എത്ര സൈസ് ഇഞ്ചക്ഷൻ ഗുളികയൊക്കെ നിങ്ങൾ കഴിക്കുന്നത്? അത്ര ആരോഗ്യം മോശമല്ല. ആ സ്ഥലത്ത് ഇത്രയും വലിയ ഒരു വിഷയങ്ങളൊന്നും താങ്കളുടെ മാനസികമായിട്ട് കഴിവുണ്ടാകാൻ സാധ്യതയില്ല. ഇതൊരു മനഃശാസ്ത്രം കൂട്ടാൻ വേണ്ടി പറയണം, അദ്ദേഹത്തെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒതുങ്ങി, ഇനിയുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ല, സ്വസ്ഥമായി ജീവിക്കുക. അല്ലെങ്കിൽ മനസ്സ് താങ്ങാൻ പറ്റാതെ എപ്പോൾ വേണമെങ്കിലും ശ്വാസം നിന്നു പോകാം. അകാലത്തിൽ പൊലിഞ്ഞു പോകാം ജീവൻ. അങ്ങനെ നമുക്ക് സങ്കടമുണ്ട്. അങ്ങനെ പൊലിയാൻ പാടില്ല. കാരണം പണ്ട് കാലത്ത് അങ്ങനെയുള്ള ചെയ്തികളൊക്കെ വളരെ ധീരമായിരുന്നു, വളരെ പിന്നെ പൊതുജനങ്ങൾക്ക് ഗുണകരമായിരുന്നു. അത് അന്ത്യം വരെ ഉണ്ടാകണം. EMS കിട്ടിയതുപോലെ, അല്ലെങ്കിൽ അച്യുത മേനോന് കിട്ടിയതുപോലെയൊക്കെ ഇടക്കച്ചു വരിക്കില്ല, നയനാർക്ക് കിട്ടിയതുപോലെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ നയനാർക്ക് കിട്ടിയതുപോലെ ഒരു സ്വീകരണമൊന്നും അങ്ങയുടെ കാലശേഷം ഈ പാർട്ടി ഇത് കിട്ടൂല. കാരണം പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പേര് വെറുത്തുപോയി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഇത് പ്രതികരിക്കാതിരിക്കുന്നത്. അത് ശരിയല്ല, നാട് നല്ലതല്ല. അപ്പം അങ്ങേക്ക് വേണ്ടി ഇപ്പോഴും ബാധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങയെ സഹായിക്കാനല്ല, അങ്ങയെ കൂടെ നിന്ന് മുതലെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയണം. അതാണ് എൻ്റെ ശരി. അതിൽ മറ്റൊരു കാര്യം, എന്താണ് ആ കാര്യം? മാർപ്പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്തോനേഷ്യ സന്ദർശിച്ചു.
അവിടെ വെച്ച് IS ഭീകരന്മാരോ അല്ലെങ്കിൽ പിന്നെ ജിഹാദികളോ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു. അവിടുത്തെ പോലീസ് സന്നാഹം അവരെല്ലാം പിടിച്ചു, 6-7 പേരുടേതാണ്. അതിന് ഒരു ചാനലിൽ പറയുന്ന വാർത്ത അവിടെ ഇന്തോനേഷ്യയിലേക്ക് മുസ്ലിം രാജ്യമുള്ള 99% മുസ്ലിങ്ങളാണ്, 1% മാത്രമേ ഹിന്ദു ഉള്ളൂ. ക്രിസ്ത്യൻസൊന്നും അവിടെ ഇല്ലെന്നല്ല, കാരണം കുറച്ചുള്ളൂ. അവിടെ കൊടുക്കുന്നത് ഔദ്യോഗികമായി TV ചാനലിൽ സമയത്ത് കൊടുക്കുക, എല്ലാവർക്കും അറിയാം അതാണ്. അപ്പം മാർപ്പാപ്പ വന്ന ദിവസം വാങ്ക് വിളിണ്ടായില്ല, എഴുതി കാണിച്ചോളൂ. മാർപ്പാപ്പയുടെ ബഹുമാനം അത്. എന്താ മാർപ്പാപ്പ വാങ്ക് വിളി കേട്ടാൽ അങ്ങനെ നിരീക്ഷവാദികളാണ് മാർപ്പാപ്പ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രം എല്ലാവരും യോജിച്ചു പോകണം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, അതല്ല 2 സമൂഹം ലോകത്തുള്ളു. ആ യോജിച്ചു പോകണമെന്ന് പറയുന്ന വാദിക്കുന്ന ഒരാൾ ശക്തനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഇനി നോക്കട്ടെ, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് ഞാൻ പറഞ്ഞല്ലേ. നിങ്ങൾ അതിൻ്റെ മാനസിക വശം നോക്ക്. അങ്ങനെ വാങ്ങി വിളിക്കാൻ സമ്മതിക്കാത്ത ഇന്തോനേഷ്യൻ ഗവൺമെൻറ്റിന് എതിരെ അവരെ സന്ദർശിക്കാൻ വന്ന ഗസ്റ്റ് മാർപ്പാപ്പയെ കൊല്ലുന്നത് എന്താ കാരണം? അതൊരു യുക്തി സഹജമല്ലല്ലോ. ഒരു സന്ദർശനത്തിന് ഇറാൻ സന്ദർശിക്കാൻ വന്ന പിന്നെ ഹമാസ് നേതാവിനെ ഇസ്രായേൽ കൊന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതുപോലെ മാർപ്പാപ്പ രാഷ്ട്രീയമൊന്നുമല്ല, അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്. ആത്മീയ നേതാവ് മുസ്ലിം ഭൂരിപക്ഷം 99% മുസ്ലിങ്ങളെ ഇന്തോനേഷ്യ സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് ഒരു കാരണവശാലും 99% മുസ്ലിങ്ങളുടെ ആയി വെച്ച് ഒരു അമുസ്ലിംപ്പെട്ട ഒരാളെ കൊല്ലുന്നു വരെയില്ല, ചെയ്യില്ല. അത് മനഃശാസ്ത്രമാണ്. ഇനി അഥവാ ചെയ്തിൽ തന്നെ അവർ ചെയ്യേണ്ടതാണ് വാങ്കുവിളി നിർത്തി വെറും എഴുതി കാണിച്ചുള്ളൂ എങ്കിൽ ആ അവിടുത്തെ ഗവൺമെൻറ് ഉത്തരവാദി ഒരു മാർപ്പാപ്പയാണോ? അപ്പോൾ അതാ ലോജിക്ക് ശരിയാകുന്ന ചാനലുകാരെ. നിങ്ങൾ ഗോലഘോരം എത്ര നുണയാണ് പറയുന്നത് ഏതെല്ലാം വിഷയത്തെക്കുറിച്ച്, യാതൊരു ബന്ധവുമില്ലാതെ. അപ്പം അതൊന്നും ഒരു ശരിയായ കീഴ്വഴക്കല്ല. കാരണം തന്നെയല്ല, IS ഭീകരന്മാർ ആരാണ് അതിൻ്റെ സൃഷ്ടി? ആരെയാണ് നിങ്ങൾ ലോകത്ത് മണ്ടന്മാരാക്കുന്നത്, വീട്ടികളാക്കുന്നത്? അത് ഒരു പറ്റം മുസ്ലിം സുഹൃത്തുക്കൾ സമൂഹം ലോകത്ത് മണ്ടന്മാരാണോ? ഞാൻ പണ്ട് ഒരു 70 എഴുതിയൊരു ലേഖനമുണ്ട്. എന്നറിയോ, അന്നസീം എന്ന് പറഞ്ഞാൽ ഒരു മാസിക കൊല്ലത്ത് ഇറങ്ങുന്ന ഷിഹാബുദ്ദീൻ മൗലവിയ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് പുള്ളിയോട് യാത്ര കഴിക്കാൻ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്, മരിച്ചുപോയി പുള്ളി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്, അത് 70-ലാണ്. എത്ര വർഷം മുമ്പ്. അദ്ദേഹം വളരെ ചെറുപ്പമല്ലേ, 10-20 വയസ്സ് പോലും ഇല്ല. ഇത് വിദ്യാഭ്യാസത്തിൽ മുസ്ലിം കുട്ടികൾ പിറകോട്ടോ എന്നാണ്. മുസ്ലിം കുട്ടി പിറകോട്ടല്ല, പിന്നെ അല്പം പുറകിൽ കാണാൻ കാരണം എന്ന് വെച്ചാൽ 2 കാര്യം. ഒന്ന്, അവർ മതപരമായിട്ട് ഏതാണ്ട് ഈ ഭൗതിക വിദ്യാഭ്യാസം ഒപ്പം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസം മദ്രസ നടത്തുന്നു. ഏതാണ്ട് 40%, 50% സമയം അങ്ങനെ പോകും. 50% സമയം, പകുതി സമയം വരെ സ്കൂളിൽ പഠിക്കണം. തന്നെയുമല്ല, മറ്റ് ഹിന്ദു പുരാണങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുസ്ലിം പുരാണങ്ങളും നല്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇരട്ടി വർക്ക് ചെയ്യാണ്. ഇരട്ടി വർക്ക് ചെയ്തിട്ട് പോലും വേണ്ടത്ര സാഹചര്യം ഇല്ലായിട്ട് പോലും ഇത്രയും റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ അവർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അവരെ 1-ാം നമ്പർ ആക്കാം എന്ന് പറഞ്ഞ പോലെ. അതുപോലെയാണ് ഈ IS രൂപീകരണമൊക്കെ. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്? അപ്പോൾ മുസ്ലിം സമുദായം ലോകത്ത് മോശക്കാരല്ല, ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ വെറുതെ മണ്ടനാക്കി ചിത്രീകരിക്കരുത്. അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ പ്രവൃത്തിയിൽ തോൽവി ഉറപ്പാണ്. നമ്മൾ ഒരാളെ കൊച്ചായി കണ്ടുകൊണ്ട് നമ്മൾ അയാളെ തോൽപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല. തോൽപ്പിക്കണമെങ്കിൽ അവരെപ്പോഴും ഉന്നതരായി കാണും. അത് അമേരിക്ക ചെയ്യുന്നുണ്ട്. ഇറാഖിലെ പട്ടാളക്കോട് തോൽപ്പിക്കൽ ലോകത്ത് ഒരു പട്ടാളമില്ല തോൽക്കും. കാരണം 6-7 ലക്ഷം പട്ടാളക്കാരൊക്കെ ഇറാഖിലുണ്ടായിരുന്നു സദ്ദാമിൻ്റെ കാലത്ത്. ഉള്ള കാശ് മുഴുവൻ യുദ്ധത്തിലേക്ക് അല്ലേ, പട്ടിയും ദാരിദ്ര്യമല്ലേ. അത് വേറെ പൊങ്ങച്ച പ്രശ്നമായിരുന്നു, ഒന്നും ഉണ്ടായില്ല. അവസാനം അമേരിക്കൻ പട്ടാളം വന്ന് അവരെയൊക്കെ മണലായിട്ട് ഉഴുത് മറിച്ചിട്ട് ബുൾഡോസ് കൊണ്ട് മറിച്ചിട്ട് മണ്ണിലേക്കാക്കി. അങ്ങനെ എത്ര ലക്ഷം ജനങ്ങളെ അമേരിക്ക എന്ന ഭീകര ക്രൂര രാഷ്ട്രം അവിടെ നശിപ്പിച്ചു. ലിബിയയിൽ, ഇറാനിൽ, ഇറാഖിൽ, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ എത്ര ലക്ഷം ആൾക്കാരെ കൊന്നുകളഞ്ഞ്. എന്നിട്ട് അവരിപ്പോഴും പുണ്യവാളന്മാരെന്ന് പറഞ്ഞേ. അവർ കൊന്നാൽ അവർ ബോംബുണ്ടാക്കിയാൽ അത് ഒരു ക്രിസ്ത്യൻ ബോംബാവില്ല. പക്ഷേ പാകിസ്ഥാൻ ബോംബുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് മുസ്ലിം ബോംബ്, അല്ലെങ്കിൽ ഇറാൻ ഉണ്ടാക്കിയാൽ മുസ്ലിം ബോംബ്. എന്തൊരു വ്യാഖ്യാനമാണ് ലോകം ചെയ്യുന്നത്. ലോകമേ നിങ്ങൾക്ക് തെറ്റാണ് നിങ്ങളുടെ പ്രവൃത്തി.
അതൊന്നുമല്ല സത്യം യാഥാർത്ഥ്യവും. സത്യ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണണം. അത് കണ്ടില്ല നിങ്ങളാണ് വിഡ്ഢികളാകുന്നത്, അല്ലാതെ ഇതല്ല. അതായത് ഒരാൾ മലം ചവച്ച് തുപ്പിയാൽ തുപ്പ് കൊള്ളുന്നതിനേക്കാൾ കട്ട് ആർക്കടവും ലോകത്തോട് ചോദിക്കുകയാണ്. ഈ അമേരിക്കയിൽ പുകഴ്ത്തുന്ന ബൂഷുകളോട് ചോദിക്കുകയാണ്, മലം ചവച്ച് തുപ്പിയാൽ ആർക്കാണ് കൂടുതൽ ദൂഷ്യം? ചവക്കുന്നവനല്ലേ. ചവച്ച് കഴിച്ചാൽ ഒരു മൽപ്പം ഭാഗം മാത്രമല്ലേ മറ്റേ എതിരാൾ കിട്ടുള്ളൂ. അതുപോലെ വിലയിരുത്തുമ്പോൾ നിങ്ങളത് ബുദ്ധിയോട് ചെയ്തില്ലെങ്കിൽ നിങ്ങളാണ് കൊച്ചാകുന്നത്, അല്ലാതെ ഈ മുസ്ലിം സമുദായമല്ല. എന്തുകൊണ്ട് ഞാൻ ഈ മുസ്ലിം കുറിച്ച് പറയാമോ? അത്ര കണ്ട് ഈ സമുദായത്തെ ഒരു കൊളോണിയൽ സിസ്റ്റം അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികൾ തകർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തകരില്ല ഇത്. അത് കാലഘട്ടത്തിൽ അനിവാര്യതയാണ്. ഞാൻ തീവ്രമായ മുസ്ലിം അനുഭാവിയൊന്നുമില്ല. ഞാൻ ഇസ്ലാമത്ത് വിശ്വസിക്കുന്നു, ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. പക്ഷെ അത് തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ ഭീകരവാദത്തിലോ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരിക്കലും പോകില്ലെന്ന് മാത്രമല്ല സമ്മതിക്കുകയില്ല. പക്ഷെ എങ്കിലും പറയാണ്, ഇത്രയും നിഷിദ്ധമായിട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഗുണമില്ലെങ്കിൽ ആവശ്യം കായ്പോലുള്ള മരത്തിൽ കുട്ടികൾ കല്ലെറിയുന്നതുപോലെ അത്രയും നന്നായൊരു മതമായിട്ട് ആശയമായിട്ടാണ് ഇത് എതിർക്കുന്നത്. അല്ലെങ്കിൽ എതിർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം മതത്തിനൊന്നും കുഴപ്പമില്ല, അതിൽ ബുദ്ധിയുള്ളവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വിളിച്ച് വിലയിരുത്തുമ്പോൾ IS രൂപീകരണത്തൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ നിങ്ങളാണ് കൊച്ചാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടും പിണറായി സഖാവ് ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് വിനയപൂർവ്വം പറയാണ്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഞങ്ങൾ പറയുന്നത് നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, അതൊരു ന്യായീകരണം വേണം. ന്യായീകരണം തെറ്റ് നമ്മൾ ചെയ്തത് അതേതുപോലെ ഒരു ഉദാഹരണം അല്പം അക്ഷീലം തോന്നാം. ഇപ്പോൾ ഒരു ആള് ഭാര്യ വീട്ടിൽ ചെന്നു, അവിടെ അവർ അളിയനുണ്ട്, അളിയനും ഭാര്യയുണ്ട്, ദൈവമുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ അളിയൻ്റെ വൈഫിൻ്റെ ലുങ്കി ഈ അളിയനും കൊടുത്ത ലുങ്കി അവിടുത്തെ അളിയൻ്റെ വൈഫുമാണ് കൊടുത്തേക്കൽ എന്ത് ന്യായീകരണം പറയാനുണ്ടാവും? ഒരു ന്യായീകരണം പറയാനില്ല, തെറ്റ് തന്നെ മനസ്സിലാവും, ബുദ്ധിമുട്ട് മനസ്സിലാവും. അതുപോലെയാണ് സഖാവ്. ഇപ്പം സഖാവിൻ്റെ പ്രവൃത്തിക്ക് ഒരു ന്യായീകരണം പറയാനില്ല, ഒരു ന്യായീകരണം പറയാനില്ല. പിന്നെ ഉരുണ്ട് കളിക്കാം, അത് എത്ര നാൾ നടക്കും? അതൊന്നും അന്തസ്സായി കീഴ്വെക്കല്ല. അല്ല, കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ഇനി അങ്ങ് നേതൃത്വം കൊടുക്കുന്നല്ലോ. ഞാൻ പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ മാറി സ്വസ്ഥമായി ജീവിതം നയിക്കലാണ് രാജ്യത്ത് നല്ലത്. എന്നോട് ദേഷ്യം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിനോട് ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ കണ്ട് മോശമായിപ്പോയി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.